സ്നേഹിതരെ, ഞാൻ ആദ്യം പറഞ്ഞത് തന്നെ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസമാണിത്. കാരണം മറ്റൊന്നുമല്ല, കർത്താവിന്റെ ആൾക്കാരുടെ തിരുമുൻപിൽ വെച്ച് രണ്ട് കുടുംബം ഒന്നായി ചേരുന്നു, രണ്ട് വ്യക്തികൾ ഒന്നായി ചേരുന്ന ഒരു ശ്രേഷ്ഠമായ ഒരു ദിവസം. പിന്നെ ദിവസം ഈ വിശുദ്ധ കുർബാന മധ്യേ നാം വായിച്ചു കേട്ട സുവിശേഷം ഈശോ കാനായിലെ വെള്ളം വീഞ്ഞാക്കിയതിനെ കുറിച്ചാണ്. ഒരുപക്ഷെ നമുക്കറിയാം, നമ്മുടെ ചുറ്റുപാട് മദ്യപിക്കുന്നവരുണ്ട്. ഈ മദ്യപിക്കുന്നവർ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ഈശോ കാനായിലെ വെള്ളം വീഞ്ഞാക്കിയോ, അപ്പോൾ കുറച്ചൊക്കെ മദ്യമാകാം. പിന്നീട് ഒരിക്കൽ ഞാനൊരു പള്ളിയിൽ ഡീക്കനായിരുന്ന സമയത്ത് കുറച്ച് പേര് എന്നോട് ചോദിച്ചു, അച്ഛൻ എന്തുകൊണ്ടാണ് വെള്ളം വീഞ്ഞാക്കുന്നതിനെ കുറിച്ച് വിവാഹ വേളയിൽ ഈ സുവിശേഷം പ്രത്യേകമായി എടുത്ത് വായിക്കുന്നത്? എന്തുകൊണ്ട് മറ്റൊരു സുവിശേഷം തിരഞ്ഞെടുത്ത് കൂടാ എന്ന് ചോദിച്ചു. അന്ന് എനിക്ക് ഉത്തരം കിട്ടിയില്ല. ഞാൻ ഡീക്കനായിരുന്നു, എനിക്ക് ഉത്തരം പറയാനായിട്ട് ഒന്നും മനസ്സിലേക്ക് കടന്നു വന്നില്ല. പിന്നീട് ആ വ്യക്തിനെ എനിക്ക് പറഞ്ഞു തന്നു, അച്ഛ, വെള്ളം വീഞ്ഞായി തീരുന്നതാണ് വിവാഹം. വെള്ളത്തിനും വീഞ്ഞിനും ഒരുപാട് പ്രത്യേകതയുണ്ട്. വെള്ളത്തിന് രുചിയില്ല, വീഞ്ഞിന് രുചിയുണ്ട്. വെള്ളത്തിന് നിറമില്ല, വീഞ്ഞിന് നിറമുണ്ട്. വെള്ളത്തിന് സുഗന്ധമില്ല, വീഞ്ഞിന് സുഗന്ധമുണ്ട്, എന്നാലും മണമുണ്ട്. അതുപോലെ തന്നെ വെള്ളത്തിന് മറ്റൊരു പ്രത്യേകതയാണ്, വെള്ളം നമ്മുടെ വീട്ടിൽ ഒരു മാസം കഴിഞ്ഞാൽ, ഒരു വർഷം കഴിഞ്ഞ വെള്ളം നമ്മളെടുത്ത് ദൂരെ കളയും. ഒരു വർഷം വേണ്ട, ഒരാഴ്ച കഴിഞ്ഞ വെള്ളമാണെങ്കിൽ പോലും നമ്മളത് വേണ്ട എന്ന് വെക്കും. പക്ഷെ വീഞ്ഞ് അങ്ങനെയല്ല. ഓരോ ദിവസം കഴിയുമ്പോഴും, വർഷങ്ങൾ മുന്നോട്ട് പോകുമ്പോഴും അതിന്റെ വീര്യം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇന്നേ ദിവസം ബാബുമോനും റോസ്മേരിയും ഒരു വീഞ്ഞായി തീരുകയാണ്. അവരുടെ ജീവിതം ഇന്നു മുതൽ വെള്ളം നിറമുള്ളതായി തീർന്നതുപോലെ, വീഞ്ഞ് നിറമുള്ളതായി തീർന്നതുപോലെ ഇന്ന് മുതൽ ഇവരുടെ ജീവിതം നിറമുള്ളതായി തീരുവാണ്. ഇവരുടെ ജീവിതം മറ്റുള്ളവരെ കണ്ട് അത്ഭുതപ്പെടണം. നാളെ ഇവർക്ക് ചുറ്റുമുള്ളവർ പറയണം, എനിക്ക് ബാബു ചേട്ടനെ പോലെ റോസ്മേരിയെ പോലെ ജീവിക്കാനുള്ള സാധിക്കണം. അവരുടെ കുടുംബജീവിതം എത്ര മനോഹരമാണ്, എത്ര നിറമുള്ളതാണ് എന്ന് മറ്റുള്ളവർ പറയാൻ ഇടയാണ്. നിങ്ങളുടെ ജീവിതം ഇനി സുഗന്ധമുള്ളതായി തീരണം. നിങ്ങൾ ആരുടെ ഇടയ്ക്ക് പോയാലും നിങ്ങളുടെ ജീവിതം കൊണ്ട് മറ്റുള്ള ജീവിതത്തിലേക്ക് ഒരു വിഭജനം വരുത്താൻ ഇടയാകരുത്. അതൊരു ബ്ലോക്കായി തീരും നിങ്ങളുടെ ജീവിതം. കാരണം മറ്റുള്ളവർക്ക് ദൈവത്തെ കൂടുതൽ അറിയുവാനും മറ്റുള്ളവർ പരസ്പരം സ്നേഹിക്കുവാൻ നിങ്ങളുടെ ജീവിതം കൊണ്ട് ഒരു മാതൃകയാണ്. വെള്ളം നിറമുള്ളതായി തീർന്ന പോലെ, അല്ലെങ്കിൽ വീഞ്ഞ് നിറമുള്ളതായി തീർന്ന പോലെ, വീഞ്ഞ് സുഗന്ധം വന്നതുപോലെ നിങ്ങളുടെ ജീവിതം ഇന്നു മുതൽ സുഗന്ധമുള്ളതായി തീരണം. അത് മറ്റൊരു പ്രത്യേകതയാണ്, വെള്ളത്തിന് രുചിയില്ല, വീഞ്ഞിന് നല്ല രുചിയുണ്ട്. ഇവരുടെ ജീവിതം ഇനി മുന്നോട്ട് ഏറ്റവും സന്തോഷം നിറഞ്ഞായിരിക്കണം. രുചി എന്ന് പറഞ്ഞ മറ്റൊരു വാക്ക്, രുചിയോട് ചേർന്ന് നിൽക്കുന്ന മറ്റൊരു വാക്ക് സന്തോഷം എന്നുള്ളതാണ്. നമുക്ക് ഏറ്റവും മധുരമുള്ള ലഡു കഴിക്കുമ്പോൾ, ജിലേബി കഴിക്കുമ്പോൾ നമുക്ക് സന്തോഷമുണ്ട്. അല്ലെങ്കിൽ മിഠായി കഴിക്കുമ്പോൾ വീണ്ടും കഴിക്കാൻ തോന്നും. അതുപോലെ ഇവരുടെ ജീവിതം മുന്നോട്ട് ഏറ്റവും സ്നേഹത്തോടെ പോകാൻ, മുന്നോട്ട് നയിക്കാൻ സാധിക്കും. ഇവരുടെ ജീവിതം നിറമുള്ളതായി തീരണം, സുഗന്ധമുള്ളതായി തീരണം, രുചിയുള്ളതായി തീരണം. ഇതിനെല്ലാം ഉപരിയായിട്ട് വീഞ്ഞ് ഓരോ ദിവസം കഴിയുന്നതോറും വീഞ്ഞ് കൂടിക്കൊണ്ടിരിക്കുക വീഞ്ഞിന്. അതുപോലെ തന്നെ ഇന്ന് മുതൽ ഓരോ ദിവസങ്ങൾ കഴിയും തോറും ഇവരുടെ ജീവിതത്തിന്റെ മനോഹരിത, അല്ലെങ്കിൽ ബന്ധം, സ്നേഹം ഓരോ ദിവസവും വർദ്ധിച്ചുകൊണ്ടിരിക്കണം. ഇവരുടെ സ്നേഹം എന്ന ആ ബന്ധം ഓരോ ദിവസം കഴിയുന്നതോറും വീര്യം നിറഞ്ഞതായിരിക്കണം. അപ്പൊ ഇവരുടെ ജീവിതത്തിൽ ഡിമാൻഡ് വരും. നമുക്കറിയാം, ഏത് വൈഷമ്യം കാണാം, 12 വർഷം കഴിഞ്ഞത്, 22 വർഷം കഴിഞ്ഞ് അതിനൊക്കെ വില കൂടുതലാണ്. അതുപോലെ നിങ്ങളുടെ ജീവിതം ഏറ്റവും മനോഹരമായി തന്നെ മുന്നോട്ട് പോകണം. ഇന്നേ ദിവസം റോസ്മേരി നല്ല നെക്ലേസ് ഒക്കെ ധരിച്ചു വന്നിരിക്കുന്നത്. ഏറ്റവും മനോഹരമായ നെക്ലേസ് ഉണ്ട്, ഇയർ റിംഗ് ഉണ്ട്, വളരെ സുന്ദരിയായിട്ടാണ് പഠിക്കുന്നത്. അതോടൊപ്പം തന്നെ ബാബുവിന് ഒട്ടും മോശമല്ല, കട്ടക്കട്ടെ പിടിച്ചിട്ടുണ്ട്. ഇപ്പൊ ഒരു പക്ഷേ ഈ റോസ്മേരി ധരിച്ചിരിക്കുന്ന ഈ നെക്ലേസിന്
എന്തെങ്കിലും ഡാമേജ് ഒരു പക്ഷെ വന്നാൽ റോസ്മേരി എന്ത് ചെയ്യും? തിരികെ ആ കടയിൽ കൊണ്ട് ഏൽപ്പിക്കും. കാരണം അതിന് ഗ്യാരണ്ടി ഉണ്ട്. നാളെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം വന്നാൽ, ഒരു ബുദ്ധിമുട്ട് വന്നാൽ, നിങ്ങൾ ഇവിടെ ഗ്യാരണ്ടി തന്നിട്ട് ആരാ? കർത്താവായ യേശുമിശിഹാ തന്നിരിക്കുന്നത്. നിങ്ങൾ നാളെ ഇപ്പോഴത്തെ ഈ ദേവാലയത്തിൽ ഒന്ന് പ്രാർത്ഥിക്കണം. ഇവിടെ ആകണമെന്നില്ല, എവിടെയായാലും നിങ്ങൾ ഈശോയുടെ മുന്നിൽ പ്രാർത്ഥിക്കണം. ഇന്നത്തെ സുവിശേഷത്തിൽ പരിശുദ്ധ കന്യകാമറിയമാണ് ഈശോ പറയുന്നത് ആ കുടുംബത്തിന് വേണ്ടത് ചെയ്തു കൊടുക്കാൻ. ബാബുമോനും റോസ്മേരിയും പ്രാർത്ഥിക്കാൻ സമയം കണ്ടെത്തും. എല്ലാ ദിവസവും പറ്റുമെങ്കിൽ 5 ദിവസം നിങ്ങൾക്ക് എത്ര തിരക്കുണ്ടെങ്കിലും ഒരു രഹസ്യമെങ്കിലും ഒരുമിച്ച് ഒരുപക്ഷെ യാത്ര ചെയ്യുമ്പോൾ പരിശുദ്ധ കന്യാമറിയെ കൂട്ടുപിടിക്കണം. ഈ GCU ഞാൻ പ്രവർത്തിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ കണ്ട ഒരു കാര്യമാണ്, അവരുടെ ഏതൊരു പ്രാർത്ഥനയ്ക്ക് ശേഷവും ഏതൊരു ക്ലാസ്സിന് ശേഷവും അവർ നന്മ നിറഞ്ഞ മറിയം എന്ന പ്രാർത്ഥന ഒരുമിച്ച് ചെയ്തു. ഇനി ഒരുമിച്ച് പ്രാർത്ഥിക്കുവാനായി രണ്ടുപേരും സമയം കണ്ടെത്തണം. ഇന്നേ ദിവസം നമ്മുടെ ബാബുവിന്റെ അനിയാണ് ഇവിടെ ആദ്യത്തെ വായന വായിച്ചത്. പൗലോസിന്റെ വാക്കുകളാണ് ഇവിടുത്തെ വായിച്ചത്. അപ്പൊ ഞാൻ ഇത് വായിക്കുമ്പോൾ ഞാൻ ആലോചിക്കുമായിരുന്നു, ബാബുവിന്റെ അനിയൻ വൈശ് ഇവിടെ നിന്ന് ഇങ്ങനെ ഓരോ ഉപദേശങ്ങൾ കൊടുത്തത് എനിക്ക് തോന്നിയത്. ആദ്യം ഭാര്യയോടും ഭർത്താവിനോടും പറയുകയാണ്, നിങ്ങൾ വചനത്തിന് വിധേയരായിരിക്കും. പിന്നെ ഭാര്യയോട്, റോസ്മേരിയോട് ബൈജു ഇവിടുത്തെ പൗലോസിയുടെ വാക്കുകൾ പറയുമായിരുന്നു, ഭാര്യമാരെ നിങ്ങളുടെ വാക്കുകൊണ്ടല്ല പെരുമാറ്റം കൊണ്ട് നിങ്ങളുടെ കുടുംബത്തെ, നിന്റെ ഭവനത്തെ നീ വിശ്വാസത്തിലേക്ക് നയിക്കണം. അതിനൊക്കെ സാധ്യമാണ്. ബാബുമോൻ അവിടെ കൊണ്ട് അല്ല, ബൈജു അവിടെ കൊണ്ട് നിർത്തിയില്ല, വീണ്ടും പൗലോസിയുടെ വാക്കുകൾ പറയാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ ഭർത്താക്കളോട് പറഞ്ഞു, ഭർത്താവേ, അതെ ബാബുമോനെ, നീ വിവേകത്തോടെ നിന്റെ ഭാര്യയുടെ കൂടെ ജീവിക്കും. സ്ത്രീ ബലഹീന പാത്രമാണെന്ന് നീ കരുതണ്ട. ജീവിതകാലം മുഴുവൻ അവർക്ക് തുല്യ അവകാശം നിലയുന്ന പോലെ അവരോട് ബഹുമാനം കാണിക്കണം. ബാബുമോനെ കേൾക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞതല്ല, പൗലോസിന്റെ വാക്കുകൾ ബാബുവിന്റെ വായിച്ചാണ്. അപ്പം അവരോട് ബഹുമാനം കാണിക്കണം തിരിച്ച്. അതുപോലെ തന്നെ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് തടസ്സം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി എപ്പോഴും ഒരുമിച്ച് തീരുമാനമെടുക്കുക. ബാബുമോന്റെ വാക്കുകൾ മറ്റൊരു മുന്നിൽ വെച്ച് ബാബുമോൻ റോസ്മേരിയും, റോസ്മേരി മറ്റൊരു വെച്ച് ബാബുമോനെയോ കളിയാക്കുവാനോ അല്ലെങ്കിൽ കുറ്റപ്പെടുത്തുവാനോ ഇടയാകരുത്. നിങ്ങൾക്കിടയിലുള്ളത് നിങ്ങൾ തന്നെ തീർക്കണമെന്നാണ്. അതോടൊപ്പം കർത്താവിനെ കൂടെ കൂട്ടുക നിങ്ങളുടെ ഓരോ പ്രശ്നങ്ങളും. അങ്ങനെ നിങ്ങളുടെ ജീവിതം ഏറ്റവും മനോഹരമായി തീരുകയാണ്. ഇന്നേ ദിവസം ഇവിടെ ആയിരിക്കുന്ന ഇത്രയും പേരുണ്ട്. ബാബുമോന്റെ മാതാപിതാക്കളുണ്ട്, റോസ്മേരിയുടെ മാതാപിതാക്കളുണ്ട്. ഇന്നേ ദിവസം ഞാൻ ഈ 2 മാതാപിതാക്കൾക്കും ഒരുപാട് സ്നേഹത്തോടെ നന്ദി പറഞ്ഞിരിക്കുകയാണ്. ഈ മക്കളെ വളർത്തി കുദാശൻ സ്വീകരിപ്പിച്ച് ഇന്നേ ദിവസം ഈ ദേവാലയത്തിൽ ഇവിടെ കല്യാണം നടക്കുകയാണ്. നിങ്ങൾ ഓരോരുത്തരും കാരണമാണ് ഈ ഒരു സ്ഥിതിയിലേക്ക് എത്തിച്ചേർന്നത്. നമുക്കൊരു നിമിഷം ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അവിടെ കണ്ണു തുടങ്ങാം. കാരുണ്യവാനും നീതിമാനും ഈശോയും ഇവിടെ ആയിരിക്കുന്ന ബാബുമോനെയും റോസ്മേരിയെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഈ വിശുദ്ധ കുർബാനയിൽ ഞങ്ങൾ ഓരോരുത്തരും പങ്കുകാരുമാവുകയാണ്. വിശുദ്ധ കുർബാനയിൽ ഞങ്ങളുടെ എല്ലാവരുടെയും ഇന്നത്തെ നിയോഗം ഈ ബാബുമോനും റോസ്മേരിക്കും വേണ്ടിയാണ്. ഇവരുടെ ജീവിതം നന്മ നിറഞ്ഞതാകണമേ. ഇവരുടെ വഴികൾ സുരക്ഷിതമാകണമേ. കാവൽമാരുടെ സംരക്ഷണം ഇവർക്കൊപ്പം ഉണ്ടാകണമേ. വിവാഹത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കി ജീവിക്കാനുള്ള കൃപയും അനുഗ്രഹവും ഇവർക്ക് 2 പേർക്കും അത് നൽകണമേ. ഇവരുടെ ജീവിതം വളർന്നു വരുന്ന യുവതി യുവാക്കൾക്ക് ഒരു മാതൃകയായി തീരാൻ ഇടയാകണമേ. പിതാവ്